നമസ്കാരം, ഐഡിയൽ എക്സ്പ്രസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മാർക്ക് ലിസ്റ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നാണ് കണ്ടത്. ഇനി നമുക്ക് എക്സലിൽ വർക്ക് ചെയ്ത ഒരു ഡോക്യുമെൻ്റ് എങ്ങനെ പ്രിൻ്റ് എടുക്കാമെന്ന് നോക്കാം. അത് പ്രിൻ്റ് എടുക്കുന്നതിന് മുമ്പ് എക്സലിലെ വേർഡിലെ ഒന്നും പോലെ പേജ് ബൈ പേജ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. അപ്പോൾ എങ്ങനെയാണ് എക്സലിൽ പേജിൻ്റെ ബോർഡേഴ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക? എവിടം വരെയാണ് ഒരു പേജ് എന്ന് പറയുന്നത്, അതെങ്ങനെയാണ് കാണാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതിനായിട്ട് പ്രിൻ്റ് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കുറച്ച് സെറ്റിങ്സുകൾ ശരിയാക്കാനുണ്ട്. ആദ്യം തന്നെ നമ്മൾ പേജിൻ്റെ സൈസ്, മാർജിൻ ഇതൊക്കെ സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് നമ്മൾ പേജ് ലേഔട്ട് എന്നുള്ള ഈ മെനുവിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും മാർജിൻ, ഓറിയൻറ്റേഷൻ, സൈസ് എന്നൊക്കെ പറഞ്ഞുള്ള ഓപ്ഷനുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിൽ ഏത് ഓപ്ഷൻ സെലക്ട് ചെയ്താലും നമുക്കിതിൻ്റെ മാർജിനും പേപ്പർ സൈസും ഓറിയൻറ്റേഷനും എല്ലാം മാറ്റാനായിട്ട് സാധിക്കും. നമ്മൾ മാർജിൻ എന്നുള്ള ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഏറ്റവും താഴെയുള്ള കസ്റ്റം മാർജിൻ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അപ്പം നമുക്ക് ഇത്തരത്തിലൊരു വിൻഡോ കാണാനായിട്ട് സാധിക്കും. പേജ് സെറ്റപ്പ് എന്നുള്ളൊരു വിൻഡോ കാണാനായിട്ട് സാധിക്കും. നമ്മൾ മാർജിൻ എടുത്തതുകൊണ്ട് മാർജിൻ ആയിരിക്കും ആക്റ്റീവായിട്ട് നിൽക്കുന്നത്. ഇനി നമ്മൾ പേജ് സൈസാണ് എടുത്തിരുന്നതെങ്കിൽ പേജ് ആയിരിക്കും ആക്റ്റീവായിട്ട് ഉണ്ടാവുക. അപ്പം ഏതെടുത്താലും ഇങ്ങനെ ഒരു പേജ് സെറ്റപ്പിൻ്റെ വിൻഡോ, കസ്റ്റം എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഇങ്ങനെ ഒരു പേജ് സെറ്റപ്പിൻ്റെ വിൻഡോ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൽ ടോപ്പ് മാർജിനും ബോട്ടം മാർജിനും ലെഫ്റ്റ് റൈറ്റ് ഈ മാർജിനുകളുടെ വലിപ്പം നമ്മൾ കുറയ്ക്കുക. അതായത് കുറേ മാറ്റർ ഉണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് വേണം ഇത് സെറ്റ് ചെയ്യാനായിട്ട്. ഞാനിപ്പോൾ മുകളിലത്തെയും താഴത്തെയും കുറയ്ക്കുകയാണ്. സൈഡിലുള്ളത്, ലെഫ്റ്റിലുള്ളത് നന്നായി കുറയ്ക്കുകയാണ്. കാരണം ഒന്നിൽ കുറച്ച് കോളങ്ങൾ കൂടുതലുള്ളത് കൊണ്ട് ഞാൻ അതിനെ 0.3 ആക്കി കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ പേജ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ മാർജിൻ സെറ്റ് ചെയ്തു. നമുക്ക് പേജ് സെറ്റ് ചെയ്യാം. പേജിൽ പോർട്രേറ്റ് എന്നാണ് കിടക്കുന്നത്. ഒരുപാട് മാറ്റർ ഉണ്ടെങ്കിൽ നമ്മൾക്കതിനെ ലാൻഡ്സ്കേപ്പ് ആക്കി ചെയ്യാം. ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, നമ്മൾ സ്കൂളിലെ മാത്സ് എങ്ങനെയാണോ എഴുതുന്നത് അതുപോലെ ആയിരിക്കും പേപ്പറിൽ മാറ്റർ പ്രിൻ്റ് ചെയ്ത് വരുന്നത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് എന്താണെങ്കിൽ സ്കെയിലിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ അഡ്ജസ്റ്റ് ടു 100% ആയിരിക്കണം. നമ്മളിപ്പോൾ 12 ഫോണ്ട് സൈസ് ഇട്ടിട്ടുള്ളതെങ്കിൽ അത് 12 തന്നെ കിട്ടാനായിട്ട് ഈ അഡ്ജസ്റ്റ് ടു എന്നുള്ളത് 100% കിടക്കണം. അപ്പോഴാണ് നമ്മൾ എത്രയാണോ ഫോണ്ട് സൈസ് കൊടുത്തത് അതേ സൈസിൽ തന്നെ പ്രിൻ്റ് വരുള്ളൂ. പിന്നെയുള്ളത് ഫിറ്റ് ടു എന്നുള്ള ഓപ്ഷനാണ്. അതായത് ഒരുപാട് മാറ്ററുകൾ നമ്മൾക്ക് ഒരൊറ്റ പേജിൽ തന്നെ പ്രിൻ്റ് കിട്ടണം. മാർജിൻ ഒന്നും സെറ്റ് ചെയ്തിട്ട് നമുക്ക് കുറേ പ്രിൻ്റ് ചെയ്യാനുള്ള കുറേ മാറ്റർ മാറിയാണ് കിടക്കുന്നതെങ്കിൽ ഇതിനെയെല്ലാം ഒരു പേജിലേക്ക് കൊള്ളിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫിറ്റ് ടു എന്നുള്ള ഓപ്ഷൻ നമ്മൾ യൂസ് ചെയ്യുക. ഒരു പേജിലോ ഒന്നിലധികം പേജിലോ, ഇപ്പോൾ വലിയ മാറ്ററൊക്കെ ആണെങ്കിൽ 1-2 പേജിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇനി ഇവിടെ നമ്മൾ പേപ്പറിൻ്റെ സൈസ് സെറ്റ് ചെയ്യണം. ഇത് ലെറ്റർ ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ പേപ്പറിൻ്റെ സൈസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പല സൈസിലുള്ള പേപ്പേഴ്സ് നമുക്കിതിൽ കിട്ടും. അതിൽ A4 എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഓക്കെ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. ഇനി ബാക്കിയുള്ള മെനു എന്ന് പറഞ്ഞാൽ ഹെഡർ ആൻഡ് ഫുട്ടറാണ്. ഹെഡർ ഫുട്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഡോക്യുമെൻറ്റിൻ്റെ മുകളിലും താഴെയുമായിട്ട് എന്തെങ്കിലും ഒരു മാറ്റർ പ്രിൻ്റ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ പേജ് നമ്പർ ഇൻസേർട്ട് ചെയ്യണമെങ്കിലോ ആണ് നമ്മൾ ഹെഡർ ആൻഡ് ഫുട്ടർ യൂസ് ചെയ്യുക. കസ്റ്റം ഹെഡർ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ പേജ് നമ്പർ വേണമെങ്കിൽ ഇൻസേർട്ട് ചെയ്യാം. ഈ ഡോക്യുമെൻറ്റിൽ ടോട്ടൽ എത്ര പേജാണ് അത് നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഡേറ്റ്, ടൈം ഇതെല്ലാം നമുക്ക് ഈ ഓപ്ഷനിൽ ഇൻസേർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഹെഡറും ഫുട്ടറും നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ ചില ബുക്കുകളുടെയൊക്കെ മുകളിൽ അതിൻ്റെ പേര് ചെറുതായിട്ട് എഴുതി കാണിച്ചിരിക്കുന്നത് കണ്ടിട്ടില്ലേ? അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണിക്കാനാണ് ഈ ഹെഡറും ഫുട്ടറും യൂസ് ചെയ്യുന്നത്. ഹെഡർ ഫുട്ടറിൽ എങ്ങനെയാണ് പേജ് നമ്പർ ഇൻസേർട്ട് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. കസ്റ്റം ഹെഡർ എടുക്കുക.
കസ്റ്റം ഹെഡർ എടുത്തതിന് ശേഷം ഈ പേജ് നമ്പറിൽ അതിൽ ലെഫ്റ്റ് സെലക്ഷൻ ഉണ്ട്, സെൻറ്റർ ഉണ്ട്, റൈറ്റ് ഉണ്ട്. എവിടെയാണോ നമുക്ക് വേണ്ടത് അവിടെ കൊണ്ടുപോയി കർസർ വെച്ചതിന് ശേഷം ഈ പേജ് നമ്പർ എന്നുള്ള ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷനാണ് വരിക. എന്നിട്ട് നമ്മൾ ഓക്കെ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. ഈ സെറ്റപ്പിലും 2 പ്രാവശ്യം, അതായത് നമ്മൾ മാർജിൻ എന്നുള്ള ഓപ്ഷൻ എടുത്തത് അതിലും നമ്മൾ ഓക്കെ പ്രസ് ചെയ്യുക. ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്കിതിൻ്റെ പ്രിൻ്റ് പ്രിവ്യൂ നോക്കിക്കഴിഞ്ഞാൽ ഫയൽ പ്രിൻ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രിവ്യൂ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അതിൽ സെൻറ്ററിലായിട്ട് നമ്മൾ പേജ് 1, പേജ് 2 എന്നുള്ള ആ ഓപ്ഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിന് മുകളിൽ ഒരു ബ്ലാങ്ക് റോ ഇൻസേർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ പേജ് നമ്പർ ഞാൻ കാണിച്ചു തരാം. ഇനി നമ്മൾ ഫയലിൽ പ്രിൻ്റ് എന്നുള്ള ഓപ്ഷൻ പറയുന്നു. കണ്ടോ പേജ് നമ്പർ വന്നത് കണ്ടോ? ഫസ്റ്റ് റോ അതിനോട് മുട്ടി നിന്നതുകൊണ്ടാണ് നേരത്തെ ഈ പേജ് നമ്പർ വിസിബിൾ ആവാതിരുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, പേജ് നമ്പർ വ്യക്തമായിട്ട് കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റിലൊരു ബ്ലാങ്ക് റോ ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ പേജ് നമ്പർ വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇനി ഞാൻ ബാക്കിലേക്ക് പോകുന്നു. വീണ്ടും നമുക്ക് ഇതിൻ്റെ ഓപ്ഷനുകൾ ഒന്നും കൂടെ നോക്കാം. മാർജിൻ എടുക്കുന്നു. മാർജിനിൽ കസ്റ്റം മാർജിൻ സെലക്ട് ചെയ്യുന്നു. ഇനി നമ്മൾ നോക്കുന്നത് കസ്റ്റം മാർജിനിൽ ഷീറ്റ് എന്നുള്ള ഓപ്ഷനാണ്. ആ ഷീറ്റ് എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെങ്കിൽ, ഒരുപാട് പേജസ് ഉണ്ട് ഈ ഡോക്യുമെൻറ്റിൽ. പക്ഷേ ഹെഡിങ് കിടക്കുന്നത് ഫസ്റ്റ് റോയിൽ മാത്രമാണെങ്കിലാണ് ഈ ഷീറ്റ് എന്നുള്ള ഓപ്ഷൻ്റെ ആവശ്യം വരുന്നത്. അവിടെ നമുക്ക് റോസ് ടു റിപ്പീറ്റ് അറ്റ് ടോപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അതായത് ഏത് റോയാണ് എനിക്ക് റിപ്പീറ്റ് ചെയ്യണത്, എല്ലാ പേജിലും എനിക്ക് ആ ഒരു ഹെഡിങ് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ റോസ് ടു റിപ്പീറ്റ് അറ്റ് ടോപ്പ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഏത് റോയാണോ നമ്മൾക്ക് വേണ്ടത് ആ റോ സെലക്ട് ചെയ്യുക. എനിക്ക് ഈ സീരിയൽ നമ്പർ നെയിം എന്നുള്ള ഈ റോയാണ് വേണ്ടത്, അപ്പോൾ അതിൽ സെലക്ട് ചെയ്തു. അതിൽ സെലക്ട് ചെയ്തതിന് ശേഷം വീണ്ടും ആ ഓപ്ഷനിൽ പേജ് സെറ്റപ്പ് ഈ റോ സെലക്ട് ചെയ്തല്ലോ, ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ റോസ് ടു റിപ്പീറ്റ് അറ്റ് ടോപ്പ് എന്നുള്ളിടത്ത് ഈ റോയുടെ നമ്പർ നമുക്ക് കാണാം. ഇനി നമുക്കൊരു കോളം ആണെങ്കിൽ ഇതുപോലെ തന്നെ കോളത്തിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് കോളം സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഓക്കെ എന്നുള്ള ഓപ്ഷൻ പറയാം. എക്സലിൽ നമ്മളുടെ വേർഡിലെ പോലെ ഓരോ പേജ് ബൈ പേജായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. ഇതൊരൊറ്റ ഷീറ്റായിട്ടാണ്. ഒരു പേജിൻ്റെ ബൗണ്ടറി എവിടെയാണെന്ന് കാണിക്കുന്നത് ഇത്തരത്തിലുള്ള ഡോട്ടഡ് ആയിട്ടുള്ള ലൈനാണ്. കണ്ടോ, എൽ എന്ന കോളത്തിന് ശേഷം ഈ ഡോട്ടഡ് ലൈൻ വന്നിട്ടുണ്ട്. അതായത് ഒരു പേജിൽ കൊള്ളുന്ന കോളം എന്ന് പറയുന്നത് എൽ വരെയാണ്. അതിനുശേഷം എം, എൻ, ഒ, പി, ക്യു എല്ലാം മറ്റൊരു പേജിലേക്കാണ് വരിക. അതിൻ്റെ ബൗണ്ടറി എന്ന് പറയുന്നത് ഇതാ യുവിൻ്റെ അവിടെയാണ്. യു എന്ന കോളം വരെയാണ് അടുത്ത പേജിൽ കൊള്ളുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഡോട്ടഡ് ആയിട്ടുള്ള ലൈൻസ് കണ്ടു കഴിഞ്ഞാൽ എക്സലിൽ അത് പേജ് ബ്രേക്കാണ്, ഓരോ പേജിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇതിൽ ഒരുപാട് മാറ്റേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഏറ്റവും താഴെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതാണ് ഒരു A4 ഷീറ്റിൻ്റെ ബൗണ്ടറി എന്ന് പറയുന്നത്. ഇവിടം വരെയാണ്, 47ാമത്തെ റോ വരെയാണ് ഒരു A4 ഷീറ്റിൻ്റെ ബൗണ്ടറി. ഈ കാണുന്ന ഡോട്ടഡ് ലൈന് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് വരെയാണ് ഒരു പേജ് എന്ന് പറയുന്നത്. എക്സലിൽ ഇത് ഫസ്റ്റ് പേജ് ആണെങ്കിൽ അതിന് താഴെയുള്ളതാണ് സെക്കൻഡ് പേജായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിൽ മാറ്റർ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇതിൽ നിന്ന് റൈറ്റിലേക്കാണ് പേജ് 2 ആയിട്ട് പോവുക. എക്സലിൽ ഡീഫോൾട്ടായിട്ട് കിടക്കുന്നത് താഴെയാണ് പേജിന് നമ്പർ, പേജ് ഫസ്റ്റ് പേജ്, സെക്കൻഡ് പേജ് അങ്ങനെ വരിക. അതിന് ശേഷമാണ് ഇപ്പുറത്തെ കോളത്തിൽ ഈ പേജ് ബ്രേക്കിൻ്റെ ഇപ്പുറത്തേക്ക് അതിൻ്റെ പേജ് കൗണ്ട് ചെയ്യുള്ളൂ. അതായത് ഇതിൽ നമുക്കിപ്പോൾ പ്രിൻ്റ് പ്രിവ്യൂ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പേജ് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് വ്യൂ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും പേജ് ബ്രേക്ക് പ്രിവ്യൂ എന്നൊരു മെനു നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ആ പേജ് ബ്രേക്ക് പ്രിവ്യൂവിൽ ക്ലിക്ക് ചെയ്യുക. ആ പേജ് ബ്രേക്ക് പ്രിവ്യൂവിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഡോക്യുമെൻറ്റിനെ പേജസ് ആയിട്ട് കണ്ടോ, പേജ് 1, പേജ് 2 എന്നിങ്ങനെ കാണാനായിട്ട് സാധിക്കും. ഇതിന് താഴേക്ക് മാറ്റർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത് ഫസ്റ്റ് പേജായിട്ടും ഇത് സെക്കൻഡ് പേജായിട്ടുമാണ് കൺസിഡർ ചെയ്യുക. അതിന് ശേഷമാണ് ഇത് തേർഡ് പേജായിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. വ്യൂവിൽ നോർമൽ വ്യൂവിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ നോർമൽ ആയിട്ടുള്ള വ്യൂ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞാൻ ഈ ഡാറ്റയെ കോപ്പി ചെയ്ത് ഇതിൻ്റെ
പേജിൻ്റെ ബൗണ്ടറി എന്ന് പറയുന്നത് ഇത്രയാണ്. ഇതാണ് അതിൻ്റെ ലെങ്ത്ത്. ഞാൻ ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്യുകയാണ്. ഇവിടെ ഞാനൊന്ന് പേസ്റ്റ് ചെയ്തു. അപ്പം നമ്മൾ നേരത്തെ കണ്ടു ഇത് ഫസ്റ്റ് പേജായിട്ടും ഇതിൻ്റെ റൈറ്റ് സൈഡിലുള്ള അതായത് MN തുടങ്ങിയ ഈ കോളങ്ങൾ സെക്കൻഡ് പേജായിട്ടാണ് നമ്മൾ കണ്ടത്. ഇനി നമ്മൾക്ക് പേജ് ബ്രേക്ക് പ്രിവ്യൂ ഒന്ന് എടുത്തു നോക്കാം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? വ്യൂവിൽ പോവുക. വ്യൂ എന്ന മെനുവിൽ പോയിട്ട് പേജ് ബ്രേക്ക് പ്രിവ്യൂ ഒന്ന് എടുത്തു നോക്കുക. അപ്പോൾ കണ്ടോ, ഇത് ഫസ്റ്റ് പേജാണ്. അതിന് താഴെയാണ് സെക്കൻഡ് പേജ് വന്നിരിക്കുന്നത്. വീണ്ടും നേരത്തെ സെക്കൻഡ് പേജ് ആയത് തേർഡ് പേജായിട്ട് മാറിയതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെങ്കിൽ എക്സൽ ഇങ്ങനെ താഴെ പേജുകളെയാണ് 1 2 3 എന്ന് സെലക്ട് ചെയ്യുന്നത് ഡീഫോൾട്ടായിട്ട്. അതിന് ശേഷമാണ് റൈറ്റ് സൈഡിലുള്ള പേജിനെ കൗണ്ട് ചെയ്യുന്നത്. ഇത് എന്തിനാണ് നമ്മളിങ്ങനെ നോക്കുന്നതെങ്കിൽ നമുക്ക് പ്രിൻ്റ് കൊടുക്കണമെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് പേജ് നമ്മൾ പ്രിൻ്റ് കൊടുത്തു. ഇനി എനിക്കിതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള MNOP ഈ ഒരു കോളമാണ് എനിക്ക് പ്രിൻ്റ് വരേണ്ടതെങ്കിൽ ആ പേജിൻ്റെ നമ്പർ എത്രയെന്ന് അറിയാനായിട്ടാണ് ഇങ്ങനെ പേജ് ബ്രേക്ക് പ്രിവ്യൂവിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇത് തേർഡ് പേജാണ്. അപ്പോൾ ആദ്യത്തെ പേജ് പ്രിൻ്റ് കൊടുത്ത് പിന്നെ തേർഡ് പേജ് പ്രിൻ്റ് കൊടുത്താലാണ് ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ നമുക്ക് കിട്ടുന്നത്. അതാണ് ഈ പേജ് ബ്രേക്ക് പ്രിവ്യൂ കൊണ്ടുള്ള ഗുണം. ഫയലിൽ പ്രിൻ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രിവ്യൂ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കണ്ടോ, ഇത് ഫസ്റ്റ് പേജാണ്. ഇനി അടുത്തത് സെക്കൻഡ് പേജാണ്, തേർഡ് പേജാണ്. നേരത്തെ നമ്മൾ റോസ് റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് സെക്കൻഡ് പേജിൽ കണ്ടോ, സെക്കൻഡ് പേജിൽ ആ ഹെഡിങ്ങുകൾ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിനാണ് നമ്മൾ ഷീറ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നത്. പ്രിൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ പ്രിൻ്റ് കൊടുക്കാനായിട്ട് പല മാർഗ്ഗങ്ങളുണ്ട്. പ്രിൻ്റ് കൊടുക്കാനായിട്ട് നമുക്ക് Ctrl+P എന്നുള്ള ഷോർട്ട് കട്ട് യൂസ് ചെയ്യാം. ഈ സെലക്ഷൻ മാറാനായിട്ട് നമ്മൾ വെറുതെ എസ്കേപ്പ് കീ പ്രസ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ സെലക്ഷൻ മാറിക്കോളും. ഇനി നമ്മൾ പ്രിൻ്റ് ചെയ്യാനായിട്ട് ഒന്നുകിൽ Ctrl+P പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ ഫയലിൽ ഈ പ്രിൻ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. പ്രിൻ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ പ്രിൻ്ററിൻ്റെ ഒരു മെനു നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അതിൽ പ്രിൻ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് പ്രിൻ്റിലേക്ക് ഡയറക്റ്റ് പോകും. എത്ര കോപ്പിയാണോ വേണ്ടത് അത് നമുക്കിവിടെ കൊടുക്കാനായിട്ട് സാധിക്കും. ഏത് പ്രിൻ്ററാണോ നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് അതാണ് ഈ പ്രിൻ്റർ എന്നുള്ള ഓപ്ഷനിലുള്ളത്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ എത്രത്തോളം പ്രിൻ്ററുകൾ ഈ കമ്പ്യൂട്ടറിനോട് അറ്റാച്ച്ഡ് ആണോ അത്രയും പ്രിൻ്ററുകളെ ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി താഴെ ഇതിപ്പോൾ ആക്റ്റീവ് ഷീറ്റാണ്. നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് ആ ഒരു ഷീറ്റിലാണ് നമുക്ക് സെലക്ട് ചെയ്തിട്ട് സെലക്റ്റഡ് മാറ്റർ മാത്രം നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. പേജ് സൈസ് എന്ന് പറയുന്നത് A4 ആണ്. ഇനി താഴെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും പേജസ് 2 എന്നുള്ള ഓപ്ഷൻ കാണാം. അതായത് നമുക്ക് 1 മുതൽ 5 പേജ് വരെ കണ്ടിന്യൂസ് ആയിട്ട് വേണമെങ്കിൽ ഇവിടെ ഒന്നുകിൽ 1 എന്ന് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഈ അപ്പ് ആരോയിൽ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ നമ്പേഴ്സ് കൂടും. 1 to 5 വരെ ആണെങ്കിൽ 5 വരെ കൊടുക്കുക. എനിക്കതല്ല, ഫസ്റ്റ് പേജ് എടുത്തിട്ട് സെക്കൻഡ് പേജ് അതിൻ്റെ പുറകിലാണ് എനിക്ക് പ്രിൻ്റ് വരേണ്ടതെങ്കിൽ ഇവിടെ ഫസ്റ്റ് പേജ് കൊടുക്കുക, ഇവിടെയും ഫസ്റ്റ് പേജ് കൊടുക്കുക. ദെൻ സെക്കൻഡ് പേജ് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടിടത്തും ഒരേ പേജ് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പേജിനെ മാത്രം പ്രിൻ്റ് ചെയ്യിക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം ഇവിടെ എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് പ്രിൻ്റ് എന്നുള്ള ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രിൻ്റ് കൊടുക്കാനായിട്ട് സാധിക്കും. ഇവിടെ പ്രിൻ്റ് പ്രിവ്യൂവിൽ നോക്കൂ, ഇതിൽ നമ്മൾക്ക് ബോർഡേഴ്സ് ഒന്നുമില്ല. ഇനി ഇതിന് ബോർഡർ കൊടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് പുറകോട്ടേക്ക് പോയിട്ട് ഈ ഡോക്യുമെൻറ്റിൽ സെലക്ട് ചെയ്യാം. ഇതിപ്പോൾ കണ്ടോ, ഈ ഡോട്ടഡ് ലൈൻ ഇവിടെ വരെയാണ്. അത് നമ്മൾ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഹോം മെനുവിൽ നിന്നും കണ്ടോ, ഹോം മെനുവിൽ ബോൾഡ് ഇറ്റാലിക് അണ്ടർലൈൻ ഇതിനടുത്ത് ബോർഡേഴ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഓൾ ബോർഡേഴ്സ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ ബോർഡർ വന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ സ്റ്റൈൽ നമുക്ക് മാറ്റണമെങ്കിൽ റൈറ്റ് ബട്ടൺ, അതിന് മുകളിൽ വെച്ച് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അതിനുശേഷം ഫോർമാറ്റ് സെല്ല് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ ബോർഡർ എന്നുള്ള ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. ആ ബോർഡർ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഏത് ടൈപ്പ് ബോർഡറാണോ വേണ്ടത് ആ ബോർഡർ സെലക്ട് ചെയ്യുക.
സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഇതാ ഇവിടെ കൊണ്ടുപോയിട്ടൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ആ ഒരു ബോർഡർ, ഏത് ബോർഡറാണോ നമ്മൾ സെലക്ട് ചെയ്തത് ആ ബോർഡർ ഇതിൽ വരുന്നതായിട്ട് നമുക്ക് കാണാം. ഇനി ആ ബോർഡർ നമുക്ക് വേണ്ട, ബോർഡറേ വേണ്ട എന്നുണ്ടെങ്കിൽ ആ ബോർഡറിൻ്റെ മുകളിൽ വെറുതെ ഒന്നും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ബോർഡർ പോകും. ഇപ്പോൾ ഇവിടെ ഈ ബോർഡർ ഞാൻ സെലക്ട് ചെയ്തു. അതിനുശേഷം എനിക്ക് ഈ നടുക്കത്തെ ബോർഡർ വേണ്ട എന്നുണ്ടെങ്കിൽ ഇതാ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓഫായി കിട്ടും. എനിക്കിപ്പോൾ എല്ലായിടത്തും ബോർഡേഴ്സ് വേണം, അതുകൊണ്ട് തന്നെ ഞാനത് സെലക്ട് ചെയ്യണു. സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ ഓക്കെ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു ബോർഡർ ഈ കോളങ്ങൾക്ക് വന്നതായിട്ട് കാണാം. ഇനി ഇതിനെ പ്രിൻ്റ് ചെയ്യുക. പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ പോലെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രിൻ്റ് പ്രിവ്യൂവിൽ ഫയൽ, പ്രിൻ്റ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അതിൽ പ്രിൻ്റ് പ്രിവ്യൂ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കണ്ടോ, ഡോട്ടഡ് ആയിട്ടുള്ള ബോർഡർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ ബോർഡർ വന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.